റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദര സൂറത്തുൻ നാസ് ദൈതിക്കനങ്ങ മനസ്സിലാക്കിയോ? സൂറത്തുൻ നാസിലെ വിഷയത്തില് ಅದರ ಮಹತ್ವದ ವಿಷಯದಲ್ಲಿ ಐತಿಕರ കഴിഞ്ഞ ಕ್ಲಾಸಿൽ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ 6 ആയത്ത് ಐತಿಕರ നമുക്ക് അവതീർണാക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ചെറിയ രൂപത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്ന ഈ സൂറത്ത് അവതീർണ മദനി സൂറത്ത് എന്ന് സൂറത്ത് അറിയപ്പെട്ടു. സൂറത്തെല്ലാം രണ്ടു രൂപത്തിൽ, ഒന്നെങ്കിൽ മദനി അല്ലെങ്കിൽ മക്കി. അപ്പൊ ഞങ്ങൾ സാധാരണ വിചാരിച്ചത് മക്കി ചെന്നെങ്കിൽ മക്കത്ത് അവതീർണായത്, മദനി ചെന്നെങ്കിൽ മദീനത്ത് അവതീർണായതല്ല. മക്കി ചൊന്നെങ്കിൽ ഹിജറത്തിൽ മുതൽ അവതീർണായത്, മദനി ചൊന്നെങ്കിൽ ഹിജറത്തിൽ പിന്നെ അവതീർണായത്. അങ്ങനെ മക്കന്മാർ വ്യാഖ്യാനിച്ചിട്ട് സൂറത്ത് തഫ്സീറിൽ അങ്ങനെ കാണും. മദനി സൂറത്ത് അല്ലെങ്കിൽ സൂറത്ത് മദീനി സൂറത്ത് മദനി സൂറത്ത് ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഹിജറത്തിൽ പിന്നെ അവതീർണായത്. ചിലപ്പോ അത് മക്കത്തിലെത്തിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് റിട്ടേൺ ബന്ധുക്കളുണ്ട്, ഉംറക്കും. അപ്പൊ അവതീർണായത് ഇപ്പൊ മദീനത്ത് അവതീർണായ മദീനത്തിൽ ആ സ്പോട്ടിൽ വേണോ, മദീനത്തെ പുറത്തു പോയിട്ടോ അവതീർണായതെല്ലാം ഉണ്ട്. അപ്പൊ ഹിജ്റത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റാക്കിൽ മുന്നൂൽ അവതീർണായ സൂറത്തുകളെല്ലാം മക്കി സൂറത്ത് ചൊന്തും, ഹിജ്റാക്കിൽ പിന്നെ അവതീർണായ സൂറത്തുക്ക് മദനി സൂറത്ത് ചൊന്തൈതിക്ക് അറിയപ്പെടും. ഇത് മനസ്സിലാക്കി വെക്കണ വിഷയം. ഇനി ആയത്തില് ചെറിയ രൂപത്തിൽ ഇന്നാലെ മനസ്സിലാക്കുന്ന എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഖുൽ നബിയെ നിങ്ങൾ ചൊല്ലൂ. ഇവിടെ ഖുൽ ചൊല്ലുമ്പോൾ മനസ്സിലാക്കണം, ഞങ്ങൾ കാഫ് ഇട്ട് ചൊല്ലുക തിര. ചില ആൾമാർ ഖുൽ ചൊല്ലുക ജണ്ടുക്കും ജണ്ടർത്ത കാഫ് അല്ല, ഇത് ഖാഫ് ആയിട്ട്. ഖുൽ ചൊല്ലുന്നതും കുൽ ചൊല്ലുന്നതും രണ്ടു വ്യത്യാസമുണ്ട്. കുൽ ചൊല്ലുന്ന നീ തിന്ന്, കുലു വശ്റബു കുലു. അപ്പൊ കാഫിൽ വന്ന് കാഫുക്ക് ബൊമ്മും ലാമുക്ക് സുക്കൂനിട്ട് കുൽ ചൊന്നെങ്കിൽ തിന്ന്. ഇവിടെ കുല്ലും തല നിങ്ങൾ ചൊല്ലറു. അപ്പൊ കുൽ ഖാഫ്. അപ്പൊ അതൊരു ജെൻഡർ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു, ഖുൽ നബിയെ നിങ്ങൾ ചൊല്ലറു അഊദു, ഞാൻ അഭയാചി. അതേ ഐസറത്ത് തഫ്സീറിൽ കാണുന്നത് ഐ അതഹസ്സനു വ അസ്തജീറു. അതഹസ്സനു, ನಾನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಅಭಯತೆ ಯಾಚಿಕ್ರಾಂತಿ. ಹಿಸ್ನುಲ್ ಮುಸ್ಲಿಂ ಕೇಳುತ್ತೆ. ಹಿಸ್ನುಲ್ ಮುಸ್ಲಿಂ ದುವತ್ತು ಮುಸ್ಲಿಮರೇ ಹೆಸ್ನು ಜನ ಕೋಟೆ, ಸಂರಕ್ಷಣಾ ಕೋಟೆ. ಅಪ್ಪ ನಾನು ಅಲ್ಲಾಹರೊಟ್ಟಿಗೆ ಸಂರಕ್ಷಣತೆ ಕೇಕ್ರಾಂತಿ. ആരെ സംരക്ഷണ ನಂಗೆ കേട്ടോല്ലേ? ഷർറിൽ നിന്നുള്ള സംരക്ഷണം അത് എനിക്ക് കേൾക്കുമ്പോൾ ആരൊട്ടിക്ക് കേട്ടോല്ലത്? അള്ളാഹുറൊട്ടിക്ക്. അപ്പൊ അള്ളാഹുറൊട്ടിക്ക് കേൾക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് 3 സിഫാത്ത് അരിപ്പാടി കേൾക്കോ ചൊല്ലു. നബിയെ നിങ്ങൾ ചൊല്ലറു, ഞാൻ അഭയത്തെ കേൾക്കറ ബി റബ്ബിൻ നാസ്, മനുഷ്യന്മാരെ റബ്ബറെ കൊണ്ടുത്തു നാണ് കേൾക്കരാൻ. റബ്ബറെ കൊണ്ടുത്തു നാണ് കേൾക്കരാൻ. അപ്പൊ ഇവിടെ ബി റബ്ബിൻ നാസ് ചൊല്ലുക കാരണം എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ എല്ലാരും റബ്ബും അയങ്ങ മനുഷ്യന്മാരെ റബ്ബു ചൊല്ല് പ്രത്യേകമായി ചൊല്ലുക കാരണം എന്തിനാ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലു കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൻ നാസ് റബ്ബുൽ മലായിക വ റബ്ബുൽ ജിന്നി വ റബ്ബുസ് സമാവാതി വൽ അർള് വ റബ്ബുശ് ശംസി വൽ ഖമർ വ റബ്ബു കുല്ലി ഷൈഇൻ. എല്ലാത്ര റബ്ബ് അല്ലാഹു ഇത്തിക്കര ലാകിൻ ലിൽ മുനാസബ ഖസ്സൻ നാസ്. അയങ്ങ ഇവിടെ സാഹചര്യത്തിൽ ഈ സംഭവം ഈ ആയത്തിലെ സാഹചര്യം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ എടുത്തു ചൊന്നു. മനുഷ്യന്മാരെ എടുത്തു ചെന്നത് അതുപോലെ കാരണം ബാക്കി ആയത്ത് മനസ്സിലാക്കുമ്പോഴാവും. പിന്നെ ചൊല്ലുന്നത് മലിക്കിൻ നാസ്, അല്ലാഹു ഐതിക്ര മനുഷ്യന്മാരെ മലിക്. അതിൽ ഉലമാക്കന്മാർ പല രൂപത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഹൈസറു തഫാസിർ അബൂബക്കർ ജാബിർ അൽ ജസാഇർ ചൊല്ലുന്ന പണ്ഡിത അതിൽ ചൊല്ലി കാണാം ഐ സയ്യിദുൻ നാസ് വ മാലികിഹിം വ ഹാകിമിഹിം. മനുഷ്യന്മാരെ സയ്യിദ് ഐതിക്ര അല്ലാഹ്,
മനുഷ്യന്മാരെ ഹാക്കിമൈത്തിക്കർ അല്ലാഹ്, വിധി കൊടുക്കറാൾ. അതേപോലെ മാലിക് ഐത്തിക്കർ അല്ലാഹ് ഇങ്ങനെ ചൊല്ലിയിരിക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലുന്നു, ഐ അൽ മലിക് അല്ലദീ അൽ സൽതത്തുൽ ഉൽയ ഫിന്നാസ് വത്തസറുഫുൽ കാമിൽ ഹുവ അല്ലാഹ്. പൂർണ്ണമൈത്തുല്ലെ ഉന്നതമൈത്തുല്ലെ അധികാര അത് അല്ലാഹുവിന്റെ കയ്യിലേറ്റിക്കും. അത്തസറുഫുൽ കാമിൽ പൂർണ്ണമൈത്തുല്ലെ തസറുഫ് എല്ലാ രൂപത്തെ തസറുഫാത്ത് അല്ലാഹുവിന്റെ കയ്യിലേറ്റിക്കും. അതായത് ചേഞ്ചസ് എല്ലാ കൺട്രോൾ അല്ലാഹുവിന്റെ കയ്യിലേറ്റിക്കും. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് മലിക്കിൻ നാസിറെ വിശദീകരിക്കൽ കാണാം. ലിഅന്ന ഫിന്നാസി മുലൂകൻ ഫദകറ അന്നഹു മലികുഹും. മനുഷ്യന്മാരുടെ കയ്യിൽ ആടലിത്തിക്കും. മനുഷ്യന്മാരുടെ കയ്യിൽ ചുമ്മ ആൾമാർ ആടലിത്ത് ഉല്ലംഘിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, അങ്ങനെ എല്ലാവരും മലിക്കും അല്ലാഹു ഐതിക്റാം. പല രാജ്യം പല ആൾമാരുടെ കയ്യിലിക്കും. ഇന്ന രാജ്യത്തെ ഇന്ന രാജ്യത്തെ രാജാവ്, ഇന്ന രാജ്യത്തെ പ്രസിഡന്റ് എന്നോ ഐത്തിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാവരും മലിക് അല്ലാഹു ഐതിക്റാം. എന്നിട്ട് പിന്നെ ഇത് കുറിച്ച് ഇലാഹിന്നാസ്, ഇലാഹ ഐതിക്ർ ഐ മഅബൂദുന്നാസ് മഅബൂദുന്നാസി ബിഹഖിൻ. യഥാർത്ഥമൈത്തുല്ലെ മനുഷ്യന്മാരെ മഅബൂദ് ആരാധനക്ക് അർഹപ്പെട്ടവൻ അല്ലാഹു ഐതിക്റാ. ഇദ് ലാ മഅബൂദ ബിഹഖിൻ സിവാഉ. അതുകൊണ്ട് അല്ലാഹു അല്ലാഹു ഒരു മഅബൂദും മനുഷ്യന്മാർക്കില്ല. അതുകൊണ്ട് ഇലാഹിന്നാസ് മനുഷ്യന്മാരെ ഇലാഹ ഐതിക്ർ ചൊല്ലിട്ടുണ്ട്. അപ്പൊ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, റബ്ബുന്നാസ് ഒട്ടിക്കുന്നതാണ് അഭയത്തെ കേക്കറ. മലിക്കിന്നാസ്, മലിക്കിന്നാസ് മനുഷ്യന്മാരെ മലിക്കൈത്തുൽ അല്ലാഹു റൊട്ടിക്ക് കേക്കറ, റബ്ബ് റൊട്ടി കേക്കറ. അതേപോലെ ഇലാഹിന്നാസ് മനുഷ്യന്മാരെ ഇലാഹു റൊട്ടിക്ക് കേക്കറ. ഇവിടെ നമുക്ക് ഇലാഹിന്നാസ് ചൊല്ലുമ്പോ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ചൊല്ലുന്നതാണ്, ഒഫിന്നാസി മൻ യഅബുദു ഗൈറഹു. അല്ലാഹുരെ അല്ലാഹത്തെ അല്ലാഹു അല്ലാഹു പല ആൾമാരും ഇബാദത്ത് എടുക്കരങ്ങ മനുഷ്യന്മാരിലുള്ള ഫദകറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നത് നെൻപാക്കിയുള്ളതും കരിപ്പാട്ടിയുള്ള അന്നഹു ഇലാഹുഹും വ മഅബൂദുഹും. അല്ലാഹു മാത്രം ഇത്തിക്കറങ്ങല ഇലാഹു, അല്ലാഹു മാത്രം ഇത്തിക്കറങ്ങല മഅബൂദ്. മഅബൂദ് ചെന്നെ ആരാധനക്ക് അർഹപ്പെട്ടവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ചൊല്ലുന്നത് റബ്ബുന്നാസ്, മലിക്കുന്നാസ്, ഇലാഹുന്നാസ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേട്ടോല്ല. മനുഷ്യന്മാരുടെ കേക്കറല്ല, അല്ലാഹുവിന്റെ അഭയത്തെ കേക്കറെ, രക്ഷണ കേക്കറെ. അങ്ങനെ പ്രത്യേകമായിട്ട് 3 സിഫാത്ത് വെച്ച് തേറ്റിക്കറെ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് കാണാം, ഹാദിഹി സലാസു സിഫാത്തി മിൻ സിഫാത്തി റബ്ബിൽ അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 സിഫത്ത് തേറ്റിക്കറെ ഈ ആയത്തിൽ, ഈ 3 ആയത്തിലും കാണും. ഒന്ന് അർ-റുബൂബിയ്യ, റബ്ബ് ചൊല്ലുന്നു റുബൂബിയ്യത്തിലെ സിഫത്ത് അരിപ്പാട്ട്. പിന്നൊന്ന് മുൽക്ക്, അതേപോലെ ഇലാഹിയ. 3 സിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണമായി ഈ സൂറത്തിൽ അരിപ്പാട്ടത്. ഫഹുവ റബ്ബു കുല്ലി ഷൈഇൻ വ മലീകുഹു വ ഇലാഹുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തിക്ര എല്ലാരും ഇലാഹും മലിക്കും റബ്ബും അല്ലാഹു മാത്രം ഇത്തിക്ര. ഫജമീഉൽ അഷ്യാ മഖ്ലൂഖത്തുൻ ലഹു ഖുൽഖത്തുൻ അബീദുൻ ലഹു. എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ സൃഷ്ടി ഇത്തിക്ര. എല്ലാ മനുഷ്യന്മാരും അല്ലാഹുക്ക് പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കുന്നതിന്റെ അല്ലാഹുവിന്റെ അടിമമാർ ഇത്തിക്ര, അല്ലാഹുവിന്റെ അണ്ടറിലുള്ള ഇത്തിക്ര. ഫഅമറ അൽ മുസ്തഈദ أن يتعوذ بالمتصف بهذه الصفات من شر الوسواس الخناس وهو الشيطان المؤكل بالإنسان. الله سبحانه وتعالى അതുകൊണ്ട് ഈ 3 സിഫത്തിനെ വെച്ചിട്ട് അല്ലാഹു റൊട്ടി അഭയക്കിക്കോൽ ആർലിന്ത് അര ഷർലിന്ത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അൽ ഖന്നാസ് അൽ വസ്വാസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ വസ്വാസിൽ നിന്ന് ഷർറിൽ നിന്ന് തങ്ങ അല്ലാഹു റൊട്ടി അഭയത്തെ കേക്കറേ. ആരൈതിക്ക് വസ്വാസാക്കരുത്. വഹുവ ശൈത്താൻ അൽ മുഅക്കലു ബിൽ ഇൻസാൻ. മനുഷ്യരൊട്ടിക്ക് ഒട്ടികുള്ളതായ ശൈത്താന്റെ വിഷയത്തിലേറ്റിക്കരെ അല്ലാഹുറൊട്ടിക്ക് നങ്ങ അഭയത്തേക്ക് കേക്കരെ ചുറ്റി മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ദൈതിക്കരെ ബാക്കി ഇന്നത്തെ ആയത്ത് അല്ലാഹുറൊട്ടിക്ക് ചൊല്ലു ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് പിന്നെ ചൊല്ലു മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ വസ്വാസിൽ ഖന്നാസ് ചൊല്ലുമ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനമായിട്ടുള്ള പല വിഷയം. ഞങ്ങൾ ഷർറിൽ നിന്ന് ഇത്തിക്കർ അല്ലാഹുറൊട്ടിക്ക് രക്ഷണ കേൾക്കൂല. ഏതിൽ നിന്ന് വസ്വാസിൽ നിന്ന്. വസ്വാസ് ചെന്നെങ്കിൽ ദുർബോധന അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സുകർ അഫ്കാർ ഇട്ടതിന്റെ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന വിഷയത്തിക്ക് ഐസറു തഫാസീറിൽ ഉലമാ പണ്ഡിതന്മാർ ചൊല്ലി കാണാം, ഐ മിൻ ശർരി ശൈത്താൻ, ശൈത്താന്റെ ഷർറിൽ നിന്ന് ഇത്തിക്കണം. ശൈത്താൻ മനുഷ്യന്മാരിലുണ്ട്, ജിന്നിലുണ്ട്. അത് മനുഷ്യന്മാരുടെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാക്കിൽ ആയത്ത് മനുഷ്യന്മാരിലും ശൈത്താനും അത് മനസ്സിലാക്കുന്നു.
സുമ്യ ബിൽ മസ്തർ ലികസ്രതി മുലാബസതിഹി ലഹു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഒരു അറബിക്ക് ബേസ് മനസ്സിലാക്കുന്ന ഒരു വിഷയം മസ്തർ ചൊന്ന്, അതായത് ഒരു പദത്തെ ഒരു ക്രിയരെ അതിന്റെ പേരുണ്ട്. ആ മസ്തർ വെച്ചത് ഈ തിക്ർ എടുത്തു ചൊന്നത് വസ്വാസ്. സത്യത്തിലോട് ചൊല്ല മുവസ്വിസും ചൊല്ലണി, അതായത് വസ്വാസ് ആക്രാല ഷർറിൽ നിന്ന് നിങ്ങൾ കേൾക്കരുത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് വസ്വാസിൽ നിന്ന് ഷർറിലെ കേൾക്കരുത്. അപ്പൊ സത്യത്തോട് നങ്ങ പൽക്കത്തിലുള്ള ചിലപ്പോൾ ഒരുത്ത ഓവറായിട്ട് ഫിത്നാക്കി നങ്ങ ചൊല്ലറ നീನು ഒരു ഫിത്ന ಐತಿಕರಂ ഫിത്ന എന്തിനു ചൊല്ലണ നീನು ഫിത്ന ആക്ര ആല ಐತಿಕರಂ ಅದು ചൊല്ലറോட നങ്ങ ചൊല്ലറ ഫിത്ന ಐತಿಕರಂ. അപ്പൊ ഒരുത്ത കളവ് ചൊല്ലற ആളു കാണപ്പോ നങ്ങ ചുമ്മ കളവ് ചൊല്ലി നീನು ഒരു കളവ് ಐತಿಕರ ನೀನು ഒരു കളവുര ആല ಐತಿಕರ. അപ്പൊ സത്യത്തിൽ ഉദ്ദേശം എന്തിനാ കളവ് ചൊല്ലറവണ ಐತಿಕರ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവസ്വിസ് ചൊല്ലற ബദൽക്ക് വസ്വാസ് ചൊല്ലകൊല്ല. കാരണം അത്തരം കസറത്തുണ്ടോ ധാരാളമായിട്ട് വസ്വാസാക്കുന്ന ആളെ കൊണ്ടുത്തു അങ്ങനെ ചൊന്നത്. അത് ഉദ്ദേശിച്ചത് ശൈത്താന്റെ ഇത്തിക്കർ. വഇന്നമാ സാഹിബുൽ വസ്വാസ് വഹുവ ശൈത്താൻ, അത് ശൈത്താന്റെ ഇത്തിക്കർ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കാണാ ഖാല അൽ ഉലമാ ഇന്നഹാ മസ്ദറുൻ യുറാദു ബിഹി ഇസ്മുൽ ഫാഇൽ. ഇവിടെ ഉദ്ദേശിച്ചത് ഇസ്മുൽ ഫാഇൽ ചൊല്ലത്തിൽ അറബി ഭാഷ വിഷയത്തിക്കര ചർച്ച. ഐ അൽ മുവസ്വിസു വസ്വാസ് ആക്രാണു വൽ വസ്വസതു. ഇനി വസ്വാസ് ചൊന്നിങ്ങനെ ഹിയ അത് മാ ഒന്നൈത്തിക്കര യുൽഖാ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒന്നൈത്തിക്കര മിനൽ അഫ്കാർ വൽ ഔഹാം വത്തഖയ്യുലാത്ത് അല്ലതി ലാ ഹഖീഖത ലഹാ. ചില മനസ്സുക്ക് തോന്നലുണ്ടാക്കും, ചില രൂപത്തിൽ മനസ്സുക്ക് തോന്നുമാട്ടിരുന്ന സത്യത്തിന്റെ ഹക്കീക്കത്തല്ല ഇല്ലാത്ത വിഷയത്തിക്കർ അയങ്ങ മനസ്സുക്ക് തോന്നുമാട്ടി ഞങ്ങളെ ഇതിലാക്കരുത്. ഇതൈത്തിക്കറ് ഇവിടെ വസ്വാസ് കൊണ്ട് ഉദ്ദേശിച്ചു. അതിൽ പിന്നെ ചൊന്ന അൽ ഖന്നാസ്. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി മനസ്സിലാക്കുന്ന ഈ സൂറത്തിലെ ഓരോ സൂറത്തും പഠിക്കുന്നിടത്തോളം അതിന് ഞങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെക്കും. സൂറത്തുൽ ഫാത്തിഹ മനസ്സിലാക്കിയ പോലെമേ അതിനെ ഓതിയോ റിപ്പീറ്റ് ആക്കി ഒന്നിക്കോളും. ഇനി ഞങ്ങൾ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയ അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങൾക്ക് ട്രാൻസ്ലേഷൻ നോക്കിയെങ്കിലും മേലർത്ഥം മനസ്സിൽ വെച്ചിരിക്കണം നിരന്തരമായി. അതുപോലെ പ്രയത്നം ആക്കണം. അല്ലാഹു നമുക്ക് അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക്ക് കൊടുക്കുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.